കാപ്പിപ്പൊടി കൊണ്ട് എന്തൊക്കെ ചെയ്യാം? കാപ്പി ഇടാമെന്നായിരിക്കും നമ്മുടെ ചിന്ത. പിന്നെ പല ആഹാരങ്ങളിലും ചേരുവയായിട്ടൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ മേമ്പൊടിക്കായി ചേർക്കാം. പക്ഷേ തിരുവനന്തപുരം സ്വദേശി ശ്രീരാജിന്റെ കരവിരുത് കണ്ടാൽ ആ ചിന്തയൊക്കെ മാറും. കണ്ടു നോക്കാം. കടകളിൽ നിന്ന് ഉപേക്ഷിച്ച കാപ്പിപ്പൊടി വെള്ളത്തിൽ ചാലിച്ചു. മനസ്സിലെ ചിത്രം ക്യാൻവാസിലേക്ക് രൂപം മാറാനുള്ള തയ്യാറെടുപ്പ്. ഒടുവിൽ എലിസബത്ത് രാജ്ഞിയുടെ മനോഹര ചിത്രം. ചിത്രം വരയ്ക്കാനായിട്ട് 9 ദിവസം വേണ്ടി വന്നു. 9 ദിവസം കൊണ്ട് വരച്ച് പൂർത്തിയായിട്ട് അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ അവിടുത്തെ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഈ ചിത്രം എക്സിബിഷൻ ചെയ്തത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് 70 അടി നീളവും 50 അടി വീതിയുമുള്ള ഈ ചിത്രം ക്യാൻവാസിൽ വരച്ചത്. പാറശാല മഞ്ഞാലമൂട് ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജ് വളപ്പിൽ 90 മണിക്കൂർ കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് ശ്രീരാജിന്റെ കലാപ്രവർത്തനം. ജീവിതത്തിൽ വളരെയധികം പിന്നോക്ക രീതിയിലുള്ള അവസ്ഥയിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പുറകിലാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ഈ ചിത്രകലാ മേഖലയിൽ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടൊന്നും ഒരിടത്തും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു പരിശ്രമം വെച്ചാണ് ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. ശ്രീരാജിന്റെ ഭാവനയിൽ വിരിഞ്ഞ കലാസൃഷ്ടികൾ ഇനിയുമേറെ. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ 3 ലക്ഷം തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് തീർത്ത ചാർലി ചാപ്ലിൻ, ലോക റെക്കോർഡിൽ ഇടം പിടിച്ച 42 അടി ഉയരമുള്ള കൂറ്റൻ സാന്റാക്ലോസ്, ഉപയോഗമില്ലാത്ത വസ്തുക്കളിൽ കല നിറച്ച് രൂപം മാറ്റുകയാണ് ശ്രീരാജ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ചേർന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. പ്രത്യേകിച്ചും എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയായതുകൊണ്ടാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയത് തന്നെ. ചിത്രരചന ഇഷ്ടമുള്ളൊരു മേഖലയായതുകൊണ്ട് കൂടി അതിഗംഭീരമെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഒരു സല്യൂട്ട്. അതെ, കാരണം ഞാൻ ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയുന്ന വാർത്ത എന്താ, ഇത്രയും ഒരു വലിയ രൂപം കാപ്പിപ്പൊടി കൊണ്ട് നിർമ്മിക്കുന്നു എന്നറിഞ്ഞിട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ കരുതി നമ്മളെ ഇപ്പം മോത്തി വായിച്ച ആ ഒരു വരികളിലാകട്ടെ, കഥ തുടങ്ങുമ്പോഴാകട്ടെ, ഇത് ആദ്യം കാണിക്കരുത്. കാരണം ഇത് ഈ പറഞ്ഞതുപോലെ കാപ്പിപ്പൊടിയിൽ തുടങ്ങി അത് എലിസബത്ത് രാജ്ഞിയുടെ മനോഹര രൂപത്തിൽ എത്തണം എന്ന് തോന്നി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആർട്ടിൻ്റെയൊക്കെ ഈ കലയുടെയൊക്കെ ഒരു വലിപ്പം വെച്ചിട്ട് നമ്മളെ വരികൾ അവിടെ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ വരികൾ എന്താ പറയുക, പരിമിതികളുണ്ടല്ലോ വരികൾ എഴുതുന്നതിൽ, അത് പരിമിതപ്പെട്ടു പോയി എന്നുള്ള ചിന്ത എനിക്കുണ്ട്. കാരണം അത്രമാത്രം മനോഹരമാണ് ആകാശ ദൃശ്യം എന്ന് പറയുന്നത്. കാരണം ഓരോ വശവും വരച്ച് പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കാപ്പിപ്പൊടിയാണ്, അപ്പോൾ അതിൻ്റേതായൊരു സുഗന്ധം ആ പ്രദേശത്ത് കാണും. വെറൈറ്റിയാണ്, കാരണം വരയ്ക്കുന്നവരുണ്ട്. അതിൽ എങ്ങനെ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാം, ഇന്നോവേഷൻ കൊണ്ടുവരാമെന്നാണ് ശ്രീരാജ് തെളിയിക്കുന്നത്. കൂടാതെ ബാക്കിയുള്ള ഏറ്റവും ഈ കഥയുടെ അവസാനം നമ്മൾ കാണിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, 3 ലക്ഷത്തിലധികം തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ടുള്ള ചാർലി ചാപ്ലിൻ, വലിയ സാന്റാക്ലോസ്, അങ്ങനെ കലയ്ക്ക് വേണ്ടി കുറേ സമയം, ഇപ്പം എനിക്ക് തോന്നുന്നു 9 ദിവസം കലയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഓരോ ദിവസം കിടന്നിറങ്ങുമ്പോഴും നാളെ എന്ത് ആശയം അതിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ ഒരു മനോഹരമായ കലാരൂപം, അതിലും ഗംഭീരനായ ഒരു കലാകാരനാണ് ശ്രീരാജ് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിസന്ധി തന്നെയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കലയുടെ പുറകെ പോകുമ്പോഴും സാമ്പത്തികമായുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്തരം കലാരൂപങ്ങൾ കണ്ടിഷ്ടപ്പെടുന്നവർ, അത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടി ശ്രീരാജിനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ കുറച്ചുകൂടി പുറത്തു കൊണ്ടുവരാനുള്ള സഹായം കൂടി ചെയ്യണം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് മോത്തി.